ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലെഗ് സ്ലിപ്പ് സ്പാ ആൻഡ് വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിലെ വെള്ളത്തിന് ഒരുപാട് സവിശേഷതകളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വാട്ടറാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ സൈറ്റ് അവർ സ്പെഷ്യൽ ഏരിയ ഓഫ് കൺസർവേഷൻ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഏരിയകളിലൊന്നാണിത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വലിയ ചരിത്രം തന്നെ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്കിംഗ് മെൻസ് ആയിരുന്ന ആളുകൾ 200 വർഷം മുമ്പ് കണ്ടുപിടിച്ചൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഈ സ്പാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഈ ഏരിയ വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ലോങ്ഫോർഡ് ഡബ്ലിൻ കമ്മ്യൂട്ടർ ട്രെയിനായി. പിന്നെ ലെഗ് സ്ലിപ്പ് സ്റ്റേഷൻ എന്നുള്ള പേരും പറയുന്നുണ്ട്. അപ്പോൾ അന്ന് വന്നിട്ട് 2,98,000 രൂപയ്ക്ക്, അതായത് ഇന്നത്തെ അയർലൻഡിലൊരു വീട് പണിയുന്ന കോസ്റ്റിന് ഡബ്ലിൻ ടു മുള്ളിങ്കർ ആൻഡ് ലോങ്ഫോർഡിലേക്കാണ് ആദ്യത്തെ ഇവർ ആ റെയില് റെഡിയാക്കിയത്. ഇപ്പോൾ ഇതിൽ വായിച്ചു നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിൻ ബിഗിൻ എ ന്യൂ കൺസെപ്റ്റ്. ദ MGWR പ്രൊവൈഡ് 4th ക്ലാസ് സർവീസ് ഇൻ ഓപ്പൺ വാഗൺ വിത്ത് എ ബെഞ്ച് ടൈപ്പ് സീറ്റ് ഇൻ 1865. 7,000 അല്ല, 78,000 4th ക്ലാസ് പാസഞ്ചേഴ്സ് വെർ ക്യാരിഡ്. നാഷണൽ ഫാമിൻ വേ എന്നാണ് പറയുന്നത്. അപ്പോൾ 1793 എക്സ്കവേഷൻ ടൈമിൽ വാം മിനറൽ സ്പ്രിങ് ഇവിടെ നിന്നാണ് കണ്ടെടുത്തത് എന്നാണ് പറയുന്നത്. ആ ലൊക്കേഷനാണ് ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഇത്. പക്ഷെ അതിനുശേഷം ലൊക്കേഷൻ ഇങ്ങനെയായി. 1793 എക്സ്കവേഷൻ പീരിയഡിൽ വാം മിനറൽ സ്പ്രിങ് കണ്ടെടുത്തത് ഇവിടെ നിന്നാണ്. അന്നുണ്ടായിരുന്ന ആ പിക്ചറാണ്, ആ ബേസിൻ പിക്ചറാണ് നമ്മളിപ്പോൾ പിക്ചറിൽ കണ്ടത്. അതിനുശേഷം അത് ഇങ്ങനെയായിപ്പോയി. ഇവിടെയാണ് ലെഗ് സ്ലിപ്പ് സ്പാ വാട്ടർഫോൾ എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ ഇതിലൊക്കെ കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ സ്പ്രേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നടന്നു നോക്കാം. ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫോളാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ദൂരത്തുനിന്ന് വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിതേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ചെറിയ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ആ കാണുന്ന സ്ഥലത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. അങ്ങോട്ടുള്ള ആക്സസബിലിറ്റിയാണ് ഇപ്പോൾ നോക്കുന്നത്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന പോലത്തെ ടൈപ്പ് ഓഫ് ഒരു സ്ഥലമാണ്. അപ്പോൾ ദേ അയർലൻഡിലെ വെള്ളച്ചാട്ടത്തിൽ അടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അയർലൻഡിലെ വെള്ളച്ചാട്ടം ഞാൻ പ്രേക്ഷകരായ എൻ്റെ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അയർലൻഡിലെ വെള്ളച്ചാട്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാം. ഞാൻ ദേ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ തടിപ്പാലം കാര്യങ്ങളൊക്കെ ആളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചവിട്ടി അപ്പുറമായിട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഒരു ചെറിയൊരു കണ്ടൽക്കാട് പോലത്തെ ഒരു സ്ഥലമാണ്. നമുക്ക് കുറച്ച് സൂക്ഷിച്ചൊക്കെ നടന്ന് പോയില്ലെങ്കിൽ ഇത്തിരി ട്രബിളാണ്. കാര്യം വഴിക്ക് കിടക്കുവാണ് ആവശ്യത്തിൽ കൂടുതൽ.
അതേ കൂട്ടുകാരെ, നമ്മൾ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അയർലൻഡിലെ വെള്ളച്ചാട്ടം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചിട്ടില്ല എന്ന് തോന്നരുത്. ഇവിടുന്ന് കിട്ടുന്ന ഈ വെള്ളത്തിനാണ് മിനറൽസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നത്. സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നൊന്ന് നോക്കണം. അപ്പോൾ ഞാൻ വന്നത് താഴത്തെ ഒരു 20-25 മീറ്റർ താഴ്ചയുള്ള ആ സ്ഥലത്തുനിന്ന് കയറി മുകളിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ എത്തി. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല രസമാട്ടോ കാണാനൊക്കെ. കാരണം ഒരു ചെറിയൊരു പൂള് പോലുള്ളൊരു സെറ്റപ്പൊക്കെയാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ അത് നിൽക്കാനും കാണാനും ഒക്കെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടം നമ്മൾ പാർഷ്യലി ഉദ്ഭവിക്കുന്നത് ഇവിടെ നിന്നാണത് താഴത്തേട്ട് ചെന്ന് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചെന്ന് ആ വെള്ളച്ചാട്ടമായി പര്യവസാനം. അവിടെ നിന്ന് നമ്മൾ സൈക്കിൾ ചവിട്ടിതേ മുൻപിൽ വന്നപ്പോഴത്തേക്കും ദേ കണ്ടോ, ചെമ്മരിയാടുകൾ മേയാൻ വേണ്ടിയിട്ട് വിട്ടേക്കുവാണ്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് അറിയാമോ ഞാനിപ്പോൾ കാണുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്. നിറയെ നമുക്ക് എണ്ണാൻ പറ്റാത്ത തരത്തിൽ ചെമ്മരിയാടുകൾ മേയാൻ വിട്ടേക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ലെക്സ്ലിപ്പിലേക്ക് പോകുന്ന ഒരു വഴിയുടെ അവിടെ വന്ന് കയറി. അപ്പോൾ വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ പോകാൻ പോവാണ്. എന്തായാലും ഇനി ചെല്ലുന്നത് കോൺഫി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേട്ടാണ്. അയർലൻഡിൽ വരുന്ന ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകൾ ഇതേപോലെയാണ്. ഈ കാണുന്നതാണ് ലെക്സ്ലിപ്പ് ഹെറിറ്റേജ് ടെയിൽ എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റ് ജീവിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടതാണ് വീടുകളിലേക്ക് ഹീറ്റിംഗ് ഓയിൽ പമ്പ് ചെയ്യുന്ന ഇതാണ്. സെപ്പറേറ്റ് ഒരു ഹോസ് കണക്ട് ചെയ്ത് വീട്ടിൻ്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നേരെ കോൺഫി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. കോൺഫിന്ന് നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ലെക്സ്ലിപ്പ് വില്ലേജാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തുവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയും മറ്റു നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.